ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചെട്ടിക്കാട് അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്കാണ് പോകുന്നത്. ഇന്ന് പുണ്യാളൻ്റെ പിറന്നാൾ ദിവസം കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ജങ്കാറിൽ കയറി അവിടുന്ന് വൈപ്പിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിനാണ് ഞങ്ങൾ ചെട്ടിക്കാട് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ബസ്സാണെങ്കിൽ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. ഒരു ബസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ് വന്നത്. അതായത് ഞങ്ങൾക്ക് കയറാനുള്ള ബസ് വന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 10:30 കുർബാന. അങ്ങനെ കുർബാനയും ആരാധനയും നൊവേനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുണ്യാളൻ്റെ നേർച്ച സദ്യ ഉണ്ടായിരുന്നു. അവിടെ ചോറും സാമ്പാറും വൻപയറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ പുണ്യാളൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അതിന് താഴെയാണ് ഇങ്ങനത്തെ വലിയൊരു ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിറച്ച് മീനാണ് കേട്ടോ. ഒത്തിരി വലിയ മീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇത് അവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ് കേട്ടോ, പൊന്നാവ് നേർച്ചയെന്നും പറഞ്ഞ്. അപ്പോൾ അതും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നാവുമായിട്ട് പുണ്യാളൻ്റെ രൂപം വലം വെച്ചിട്ട് അകത്തെ പള്ളിയിൽ കൊണ്ടേ സമർപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ പുണ്യാളൻ്റെ പിറന്നാൾ ദിവസം ആയത് കാരണം പുണ്യാളന് ഒരു റോസാപ്പൂവും സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുരിശുവരയിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിയൊക്കെ കത്തിച്ച് മെയിൻ പള്ളിയിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെയാണ് കുർബാനയും നൊവേനയൊക്കെ ഉണ്ടായിരുന്നത്. കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെത്രാൻ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പള്ളിയിൽ തന്നെയാണ് പുണ്യാളൻ്റെ അഴുകാത്ത നാവും ഉള്ളത്. പിന്നെ അവിടുത്തെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ഞങ്ങളിനി പോകാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ കുറച്ച് ബണ്ണ് നേർച്ച കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എല്ലാവരുടെയും കയ്യിൽ ഓരോ കിറ്റുള്ളത്. പിന്നെ പുണ്യാളൻ്റെ രൂപത്തിന് താഴെ നിന്ന് എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് റെഡിയായിരിക്കുകയാണ്. പിന്നെ അവസാനം ഒരു ചായയും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.